മനുഷ്യർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ മതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ മതത്തെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് അറിയപ്പെടുന്നത് ഇസ്ലാം, ദൈവത്തിൻ്റെ മതം. സമാധാനം, സമർപ്പണം, ആർക്കുള്ള സമർപ്പണം? ദൈവത്തിനുള്ള സമർപ്പണം. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മനുഷ്യന് സമാധാനം, മനുഷ്യന്റെ മനസ്സിന് ശാന്തി, അവൻ എന്ന വ്യക്തിയിലും അവൻ ജീവിക്കുന്ന കുടുംബത്തിലും അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും അവൻ താമസിക്കുന്ന രാജ്യത്തിലും മൊത്തത്തിലുള്ള സമാധാനവും ശാന്തിയും. അതിലുപരിയായി ആ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിലുള്ള ശാന്തിയും സമാധാനവും മോക്ഷവും. ഇതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇസ്ലാം സമർപ്പണമാണ്. തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിക്കുക. എന്ത് ചെയ്താലും ദൈവകൽപ്പനകൾ മാനിക്കും അവൻ. അതാണൊരു മുസ്ലിം. അപ്പൊ ഇസ്ലാം, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിലേക്കോ ഏതെങ്കിലും ഒരു ദേശത്തിലേക്കോ ഏതെങ്കിലും ഒരു ഭാഷയിലേക്കോ ചേർത്ത് പറയുന്ന മതമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കും അത് ചേർത്ത് പറയുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇസ്ലാം പറയുന്നത്, ഇസ്ലാം ആദ്യമായി മനുഷ്യനോട് പറയുന്ന സംഗതി എന്താ? മനുഷ്യ, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അത് വിശുദ്ധ ഖുർആൻ. ഇസ്ലാം അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൈവം നൽകിയ അവന്റെ വേദഗ്രന്ഥമായ ഖുർആൻ. ആ ഖുർആനിൽ അക്കാര്യം പറയുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ഇത് ഇസ്ലാമിന്റെ പ്രത്യേകമായ വിഷയമാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലാണ് ഈ കാര്യമുള്ളത്. മനുഷ്യരെ, ഇസ്ലാമിന്റെ വിളി നിങ്ങൾ നോക്കൂ, ഖുർആന്റെ വിളി നോക്കൂ. മനുഷ്യരെ, ലോകത്തുള്ള സകലമായ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണത് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടല്ല. തൊഴിലാളി വർഗമേ, അതല്ലെങ്കിൽ മുതലാളി വർഗമേ, പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സമ്പന്നരെ എന്ന് വിളിച്ചുകൊണ്ടല്ല, മറിച്ച് ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായ മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. എന്താണ് ആ റബ്ബിന്റെ പ്രത്യേകത, രക്ഷിതാവിന്റെ പ്രത്യേകത? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ചവനാണ് അവൻ. അപ്പൊ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ഇസ്ലാം ലോകത്തോട് പറയുന്ന ഒന്നാമത്തെ സംഗതി. അപ്പൊ മനുഷ്യരെ, നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവൻ ഇസ്ലാം പറയുന്നത് അള്ളാഹു എന്നാണ്. അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ഒരു കുലദൈവമല്ല, അല്ലെങ്കിൽ അറബികളുടെ മാത്രം ഒരു ദൈവമല്ല, മറിച്ച് ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ ഉടമസ്ഥനായ ഈ പ്രപഞ്ച ശക്തിക്ക് ഇസ്ലാം നൽകിയ പേരാണ് അള്ളാഹു. അറബി ഭാഷയിൽ അള്ളാഹു. ദൈവത്തെ വിവിധ പേരുകളിൽ ദൈവത്തെ അറിയപ്പെടുന്നുണ്ട്. വിവിധ മതത്തിന്റെ ആളുകൾ വിവിധ പേരുകളിൽ ദൈവത്തെ വിളിക്കുന്നുണ്ട്. ദൈവമേ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു. യഹോവ, എലേഹിം എന്നൊക്കെ ബൈബിളിന്റെ ഭാഷയിൽ നമ്മൾ വിളിക്കുന്നു. ഇവിടെ ഖുർആനിക ഭാഷയിൽ അള്ളാഹു എന്നാണ് ഈ പ്രപഞ്ചനാഥന്റെ വിളിക്കുന്ന പേര്. ആ പദത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. അറബി ഭാഷയിലെ അള്ളാഹു എന്ന പദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ബഹുവചനമോ ദ്വിവചനമോ ഇല്ല എന്നതാണ്. 2 എന്ന് പറയാനോ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ എന്ന് പറയാനോ ആ പദം ഉപയോഗിക്കില്ല. ഏക ദൈവത്തെ സൂചിപ്പിക്കുന്ന ഒറ്റ പദമാണത്, അള്ളാഹ്. അപ്പൊ ആ പദത്തിൽ പോലും ഏകത്വമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവാണ് നിങ്ങളുടെ സൃഷ്ടാവ്. അതിനാൽ സൃഷ്ടികളാണ് നിങ്ങൾ. സൃഷ്ടികളായ നിങ്ങളുടെ ആരാധനകളും പൂജകളും പ്രാർത്ഥനകളും
ഏകനായ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് മാത്രമാകണം. ഇതാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്. ഇതാണ് ഇസ്ലാം പറയുന്ന ഒന്നാമത്തെ വിഷയം. നിങ്ങൾ കേട്ട് കാണും, ലാ ഇലാഹ ഇല്ലല്ലാ. പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയും. മുസ്ലിങ്ങൾ പറയുന്ന ഒരു സംഗതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അത് കേൾക്കാത്തവരായി നിങ്ങളിൽ ആരും ഉണ്ടാവുകയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല. ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്. എന്തുകൊണ്ട്? അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ, സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ സംഗതി. അങ്ങനെ വരുമ്പോൾ നമ്മിൽ പല ആളുകളും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരുപാട് സംഗതികളുണ്ടല്ലോ. വ്യക്തികളുണ്ട്, ശക്തികൾ എന്ന് പറയുന്നവരുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തുമ്പോൾ ഇവയൊക്കെ ആരാധനക്ക് അർഹതയുള്ളതാണോ എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആൻ സൂചിപ്പിച്ച സംഗതി, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടാവാകണം ദൈവം, സൃഷ്ടാവാകണം ആരാധ്യൻ, സൃഷ്ടാവിനോടാകണം പ്രാർത്ഥന. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളും വ്യക്തികളും, നമ്മൾ ആരാധിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും ഇരിക്കുന്ന ശക്തികളും വ്യക്തികളും, അവ നമ്മുടെ സൃഷ്ടാക്കളാണോ അല്ലെങ്കിൽ സൃഷ്ടാവാണോ? അല്ല, അവർ തന്നെ സൃഷ്ടികളാണ്. ഞാനതിനെക്കുറിച്ച് വിശദമായി അതിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായി പറയാം, മഹാനായ യേശു ക്രിസ്തു, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യേശുവിനെ ആരാധിക്കുന്നവരുണ്ട് ഇവിടെ. യേശുവിനെ ദൈവതുല്യമായി ഉയർത്തിയ ആളുകളുണ്ട് ഇവിടെ. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്നവരുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി മൂന്നും കൂടി ചേരുമ്പോഴാണ് ദൈവം എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു സൃഷ്ടാവല്ല, യേശു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. യേശു തന്നെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, യഹോവയുടെ സൃഷ്ടിയാണ്. കന്യാ മറിയമിന്റെ പുത്രനാണ്. യേശുവിന് അമ്മയുണ്ട്. യേശു ജീവിക്കുന്നതിന് മുമ്പ് ഒരുപാട് മനുഷ്യർ കടന്നുപോയിട്ടുണ്ട്. യേശു ഈ ലോകത്തുനിന്ന് പോയതിനു ശേഷവും ഒരുപാട് മനുഷ്യർ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പൂജിച്ചുകൊണ്ടിരിക്കുന്നവയെല്ലാം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പൂജക്കും അർഹതയുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇസ്ലാം പറയുന്ന അല്ലാഹു, ഏകദൈവം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ, ആ സൃഷ്ടാവ് മാത്രമേ ആരാധനക്കർഹനായുള്ളൂ. അതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിക്കുക. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംഗതി. അപ്പൊ ഈ ഇസ്ലാം പറയുന്ന ദൈവത്തെ ആരാധിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്രതിമകൾ വേണോ? പ്രതിമകളോ പ്രതിരൂപങ്ങളോ ചിത്രങ്ങളോ ആവശ്യമില്ല. പുണ്യമരങ്ങളോ പുണ്യപുഷ്പങ്ങളോ പുണ്യമൃഗങ്ങളോ ശവകുടീരങ്ങളോ അവന്റെ ആരാധനയുമായി ബന്ധപ്പെടുന്നില്ല. ശ്രീകോവിലുകളോ അൾത്താരകളോ പ്രത്യേക കുടിയിരുത്തലുകളോ അവന് ആവശ്യമില്ല. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ളവർക്കും സുപരിചിതനും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അല്ലാഹ്, ഏകനായ ആരാധ്യൻ, നമ്മുടെ സൃഷ്ടാവ്. ഇതാണ് ഇസ്ലാം പറയുന്ന ദൈവം. ഇതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരാധ്യൻ. അവൻ നമ്മുടെ സൃഷ്ടാവാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വളരെ ചെറിയ ഒരു അധ്യായത്തിൽ 112-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പ്രതിപാദനമുണ്ട്. എന്നാൽ വളരെ ചെറുതാണ് താനും. പ്രവാചകൻ മുഹമ്മദ് നബിയോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ദൈവം അല്ലാഹു പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, സഹോദരികളെ. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, മനുഷ്യരോട് പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്, ഒരുവനാണ്. ഇസ്ലാം പറയുന്ന ദൈവത്തിന്റെ പ്രത്യേകത അവൻ ഏകനാണ് എന്നതാണ്. ഞാൻ പറഞ്ഞു അല്ലാഹ് എന്ന പദം, ആ ഭാഷയിലെ ആ പദം പോലും ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. അതിന് ദ്വിവചനമോ ബഹുവചനമോ ഇല്ല. മറ്റേത് പരിശോധിച്ചാലും ഇപ്പൊ ദൈവം ദൈവങ്ങൾ എന്ന് പറയാം, ഗോഡ് ഗോഡ്സ് എന്ന് പറയാം,
ഇതുപോലെ ഏത് പദങ്ങളെയും ദ്വിവചനമായിട്ടോ അല്ലെങ്കിൽ ബഹുവചനമാക്കിയോ പറയാം. പക്ഷെ ഇവിടെ അള്ളാഹു എന്ന പദം ഏകത്വത്തിൻ്റെതാണ്, ഒരൊറ്റ ദൈവം. അപ്പോൾ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, അവൻ ദൈവം അള്ളാഹു ഏകനാണ്. അപ്പൊ ഇസ്ലാം ഏകദൈവ ആരാധനയുടെ മതമാണ്, ഏകദൈവ വിശ്വാസത്തിന്റെ മതമാണ്. ബഹുദൈവ വിശ്വാസം ഇസ്ലാമിന് അന്യമാണ്. രണ്ട് ദൈവങ്ങളോ ഇസ്ലാമിലില്ല, ഒരൊറ്റ ദൈവം മാത്രം. അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യമാണ്, അടിത്തറയാണ്. ഏകനായ ദൈവം, ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസത്തിന്റെ മതമാണ് ഇസ്ലാം. ബഹുദൈവ വിശ്വാസമില്ല ഇസ്ലാമിൽ, ബഹുദൈവ സങ്കല്പങ്ങളില്ല. പിന്നെ അതിന്റെ തൊട്ടുടനെയുള്ള സൂക്തങ്ങളിൽ പറയുന്നത് അല്ലാഹു സമദ്, അള്ളാഹുവിന് ആരുടെയും ആശ്രയം വേണ്ട. എന്നാൽ മറ്റുള്ളവർ മുഴുവനും, എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിജാലങ്ങളുമെല്ലാം അവനിലേക്ക് ആശ്രയമുള്ളവരാകുന്നു. ദൈവത്തിന് ആരുടെയും ആശ്രയം വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നോ, നിങ്ങളുടെ പ്രത്യേക സഹായമോ, എന്തെങ്കിലും ചെയ്താലേ ദൈവത്തിന് നിലനിൽക്കാൻ കഴിയുമെന്നോ, നിങ്ങൾ കുടിയിരുത്തിയാലേ ദൈവം ആകുള്ളൂന്നോ, അങ്ങനെ ഒന്നുമില്ല. ഇസ്ലാമിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല. എന്നാൽ എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ള ശക്തി ഏതോ അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു ദൈവം. ലം യലിദ് വലം യൂലദ് വളരെ വ്യക്തമാണ്. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് പിതാവില്ല, അവന് മക്കളുമില്ല. ഇതാണ് ആ പറഞ്ഞത്. ആരുടെയും സന്തതിയായി എൻ്റെ മകൻ ദൈവമാണെന്ന് അങ്ങനെയില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണിത്, അങ്ങനെയുമില്ല. പിന്നെ ആരാണ്? നമ്മളൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, മക്കളല്ല. ഇപ്പൊ യേശുവിനെ കുറിച്ച് യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്നു. വേറെയും ചില ആളുകളെ കുറിച്ച് ദൈവത്തിന്റെ പുത്രന്മാരെന്ന പദപ്രയോഗങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന് പുത്രന്മാരില്ല എന്ന് ഇസ്ലാം ഖണ്ഡിതമായി പറയുന്നു. ദൈവത്തിന് പിതാവുമില്ല, അവൻ ഏകനാണ്, അവൻ ആദ്യമുണ്ട്, അവൻ എന്നും ഉണ്ടായിരിക്കും, അവൻ നിത്യമാണ്, അവന് മരണം സംഭവിക്കില്ല. നമുക്കറിയാം, ഒരുപാട് ദൈവങ്ങളെന്ന് വാദിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് ഭക്തന്മാരെയും ആരാധകരെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ അവസാനം മരിച്ചുപോയി. മരിച്ചു പോകുന്നവ ദൈവമാകുമോ? സ്ഥിരതയില്ലാത്തതിനെ ദൈവമാക്കാൻ പറ്റുമോ? സ്ഥിരതയില്ലാത്തതിനെ ആരാധിക്കാൻ പറ്റുമോ? അവരുടെ പ്രശ്നങ്ങൾക്ക് പോലും, അവരുടെ ആയുസ് പോലും നീട്ടിക്കൊടുക്കാൻ കഴിയാത്ത സ്വന്തത്തെ, അവരെ തന്നെ ആരാധിക്കാൻ എങ്ങനെയാണ് ബുദ്ധി യോജിക്കുക? അവർക്ക് ശ്വാസതടസ്സം ഉണ്ടായപ്പോൾ ആരോ ഉണ്ടാക്കിയ ഓക്സിജനാണ് കൊടുത്തത്. അപ്പോഴും ആളുകൾ ഈ ദൈവത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി കയലൊരുകി പ്രാർത്ഥിച്ചുവെന്നാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും. ആരോടാണ് ഈ പ്രാർത്ഥന? ദൈവം ശ്വാസം വലിച്ചു കിടക്കുന്നു, ചക്രശ്വാസം വലിക്കുന്നു, മരണത്തോട് മല്ലടിക്കുന്നു, ദൈവം മരിക്കുന്നു. സാക്ഷാൽ ദൈവത്തിന് മരണമില്ല. ദൈവങ്ങളെന്ന് വാദിക്കുന്നവർക്ക് മരണമുണ്ട്, ഉറപ്പാണ്, മരിക്കണം. പക്ഷെ സാക്ഷാൽ ദൈവത്തിന് മരണമില്ല. അവൻ എന്നെന്നും ഉണ്ടാകും, നിത്യജീവനാണ്. അപ്പോൾ ആരും ദൈവത്തെ സൃഷ്ടിച്ചിട്ടില്ല, ദൈവത്തിന് പിതാവില്ല, ദൈവത്തിന് സന്താനങ്ങളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല, ഒന്നിനെയും അവനിലേക്ക് തുല്യപ്പെടുത്താൻ കഴിയില്ല. ആ ദൈവം ഇന്നതുപോലെ, ദൈവം അതുപോലെ, ഇതുപോലെ എന്നൊന്നും പറയാനില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ഇതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു. ആ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്. ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി മനുഷ്യാരംഭം മുതൽ ഇങ്ങോട്ട് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ജനസഞ്ചയങ്ങളിലേക്ക്, മനുഷ്യ സമൂഹങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ, പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആദിമ മനുഷ്യൻ ആദാം അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് ഇസ്ലാം പറയുന്നു. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ മനുഷ്യൻ, ആ ആദ്യത്തെ മനുഷ്യൻ മുതൽ ഇങ്ങോട്ട് നിരവധി ദൈവത്തിന്റെ ദൂതന്മാർ ഈ മനുഷ്യർക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കാൻ, ദൈവത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുവാൻ, നന്മ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? അത് ദൈവം അവന്റെ സൃഷ്ടികളായ മനുഷ്യരെ പ്രത്യേകം പരിഗണിച്ചത് കൊണ്ടാണ്. സൃഷ്ടിപ്പ് നടത്തി വെറുതെ അങ്ങ് ദൈവം വിശ്രമിക്കുകയായിരുന്നില്ല. 6-ാം നാൾ ദൈവം വിശ്രമിച്ചു.